നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആദ്യം പ്രസാദേട്ടൻ ഇതൊന്ന് നോക്ക്. ഓക്കെ ആണെങ്കിൽ മാത്രം ഞാൻ ഇപ്പൊ തന്നെ ഉമാദത്തൻ സാറിന് മെയിൽ അയക്കാം. എന്താണ് താനീ കുത്തിറച്ച് വെച്ചിരിക്കുന്നത്? ഒരു ജോലി അത് ചെയ്യാൻ അറിയില്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കിയ വേണ്ടത്, അല്ലാതെ ആദ്യമേ തന്നെ കെയർ ചെയ്ത് കുളമാക്കല്ല. ഞാനിത് കൃത്യമായിട്ടാണല്ലോ ചെയ്തത്. കമ്പ്യൂട്ടറിലും അല്ലാതെയും സൂക്ഷിച്ചിരിക്കുന്ന നമ്മുടെ മുൻപത്തെ കൊട്ടേഷൻ മാതൃകകൾ മുഴുവൻ നോക്കിയിരുന്നു. അതിന്റെ ഗുണമാവും. ഫോർമാറ്റ് ഒക്കെ കറക്റ്റാ. സ്റ്റേജിന്റെ ചെലവും ഹാളിന്റെ ചെലവും ഫുഡിന്റെ ചെലവും ഒക്കെ കൃത്യമായി ഓർഡർ തന്നെ എഴുതിയിട്ടുണ്ട്. എങ്കിൽ പിന്നെ എന്താ പ്രസാദ ഇത്ര കുഴപ്പം? എന്താ കുഴപ്പമെന്നോ? ഈ ഫിഗറുകൾ നോക്കിയേ. ഈ ഉമാദത്തൻ എന്ന് പറയുന്ന ആളുടെ മകളുടെ കല്യാണം നടത്തിവിടുന്നത് നമ്മുടെ പുണ്യത്തിനൊന്നും അല്ലല്ലോ, ആണോ? ഫുഡിനും സ്റ്റേജിനും അലങ്കാരങ്ങൾക്കും എല്ലാം നമ്മൾ സാധാരണ വാങ്ങുന്ന തുകയിൽ നിന്ന് വളരെ കുറച്ചാ കോട്ട് ചെയ്തിരിക്കുന്നേ. ഇങ്ങനൊരു 4 വാക്ക് ചെയ്താൽ മതി. കമ്പനി പൂട്ടി നമുക്ക് വീട്ടിൽ തന്നെ സുഖമായിട്ട് കിടന്നുറങ്ങാം. പിടിക്കേ, ഇത് തൽക്കാലം തന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. രാവിലെ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് തരാം. ആ എമൗണ്ട് വെച്ച് റീവർക്ക് ചെയ്തിട്ട് കൊട്ടേഷൻ അയച്ചാൽ മതി. പ്രസാദേട്ടാ, ഒരു മിനിറ്റ്. നേരത്തെ പറഞ്ഞതിലെ പകുതി ശരിയാ. ഉമാദത്തൻ സാറിന്റെ മകളുടെ കല്യാണം നടത്തിയാൽ ലാഭം കിട്ടില്ല. പക്ഷേ വലിയ നഷ്ടം വരില്ല എന്ന് ഉറപ്പാ. ബ്രേക്ക് ഈവൻ ആയിരിക്കും. അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാ ഞാൻ ഇങ്ങനെ ഒരു കൊട്ടേഷൻ തയ്യാറാക്കിയത്. ലാഭം ഒഴിവാക്കിയ ഒരു കൊട്ടേഷനോ? അതിനെന്താ കാരണം? അതിനൊരു കാരണമുണ്ട്. ഈ കല്യാണം ഏറ്റെടുക്കാവുന്ന തീരുമാനിക്കും മുൻപ് ഞാൻ ഉമാദത്തൻ സാറിനോടും ഫാമിലിയോടും സംസാരിച്ചിരുന്നു. അവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ഒരു സ്റ്റഡി നടത്തുകയും ചെയ്തിരുന്നു. എന്തിനാ? നമ്മുടെ കോമ്പീറ്റന്റ് ആയ എല്ലാ കമ്പനികളും കല്യാണമാണെന്നറിഞ്ഞ് നേരത്തെ അവരെ കോണ്ടാക്ട് ചെയ്തിരുന്നതാ. അതിന്റെ കാരണം സാറിന്റെ തറവാട് ഒരു ജോയിന്റ് ഫാമിലി ആണെന്നുള്ളതാ. അവിടെ ഇനിയും ഇതുപോലുള്ള ധാരാളം ചടങ്ങുകൾ വരാനുണ്ട്. സാറിന്റെ മകൻ സ്വന്തമായി ഒരു IT കമ്പനി പോലും നടത്തുന്നുണ്ട്. അവരെല്ലാം ആകാംക്ഷയോടെ നോക്കുന്ന ഒരു കല്യാണമാണിത്. ഇവിടെ കൊട്ടേഷൻ ബജറ്റ് നോക്കാതെ നൽകി നമ്മളാണ് ആ ചടങ്ങുകൾ ഏറ്റെടുക്കുന്നതെങ്കിൽ ആ പേരിൽ മാത്രം ചുരുങ്ങിയതൊരു 8-10 ഇവന്റ്സ് ഇതേ വർഷം തന്നെ വീണ്ടും നമുക്ക് കിട്ടും. അതുകൂടാതെ സാറിന്റെ സർക്കിളിലുള്ളവര്, ക്ലബിലുള്ളവര്, മകന്റെ കമ്പനിയുടെ പരിചയത്തിലുള്ളവര്, അങ്ങനെ എത്രയോ ഇവന്റ്സ് ഇനിയും കിട്ടുമെന്നറിയോ? അതിലേക്കുള്ള ചെറിയൊരു പാലമാണ് ഈ ഇവന്റ് എന്ന് കരുതിയാ മതി. ചെറിയൊരു ഇരയിട്ട് നാളത്തെ വലിയ മീനിനെ പിടിക്കുന്നത് പോലെ ഒരഭ്യാസം. ജസ്റ്റ് ഒരു മൈൻഡ് ഗെയിം, അത്ര തന്നെ. സമ്മതിച്ചു മോളെ, നിന്റെ ഈ ബുദ്ധി അപാരം. സോറി, ഇതൊരു വലിയ ബുദ്ധിയാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ ചിന്തിച്ചത് ശരിയാണെന്ന് തോന്നിയാൽ മാത്രം പ്രസാദേട്ടൻ മുന്നോട്ട് പോവാൻ അനുവാദം തരണം. എന്താ പ്രസാദേട്ടാ, ഇത് ഞാൻ മെയിൽ ചെയ്തോട്ടെ? താങ്ക് യു പ്രസാദേട്ടാ, സമാധാനമായി. ഇനി ഞാൻ കിടന്നാ വേഗം ഉറക്കം കിട്ടും. ആ താങ്ക് യു നീ തിരിച്ച് അഞ്ജലിയോടാ പറയേണ്ടത്. സത്യം പറഞ്ഞ ഇപ്പോഴാ എനിക്ക് മനസ്സിലായത് അവളുടെ പകുതി ബുദ്ധി പോലും നിനക്കില്ലെന്ന്. അയ്യോ, മറ്റൊരപകടമുള്ളത് ജീവിച്ചിരിക്കുന്ന 3 അവകാശികളും പെൺകുട്ടികളാണ് എന്നുള്ളതാണ്. അവർ വിവാഹം കഴിക്കുക മറ്റോ ചെയ്താൽ അവകാശികളുടെ ഗണത്തിൽ ആ ഭർത്താക്കന്മാരും വരുമെന്നർത്ഥം. മോശം പിടിക്കാനായിട്ട് ഓരോ നിയമങ്ങളും. അപ്പൊ ഇനി മറ്റു വഴികളൊന്നും ഇല്ലെന്നാണ് വക്കീൽ പറയണത്. നിയമമല്ലേ, പഴുതുകൾ പലതും ഉണ്ടാവും. അത് കണ്ടെത്തിയ അപ്പീലിന് പോവുകയാണല്ലോ എന്റെ ജോലി.
എന്തായാലും തൽക്കാലം നമുക്ക് വിധിയുടെ മേലൊരു സ്റ്റേ വാങ്ങിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തോന്നുന്നു. എന്താണ് സാറ് പറയുന്നത്? തന്റെ ഇഷ്ടം പോലെ തന്നെ ചെയ്യും. അല്ല, ഞാനെന്ത് പറയാനാ? വക്കീലിന് വേണ്ടത് എന്താന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കാം. ഓ, അപ്പൊ കാണാം നമുക്ക്. ഗുഡ് നൈറ്റ് സാർ. ഉം. ശരി. തൃപ്പങ്ങോട്ട് വാസുദേവന്റെ സ്വത്തുക്കൾ അയാളുടെ 4 മക്കൾക്കുമായി തുല്യമായി വീതിക്കപ്പെടും. സുഭദ്ര, രാധ, ദർശന, സൗഭാഗ്യ എന്നിങ്ങനെ 4 മക്കൾക്ക് മാത്രമായിട്ട് വിഭജിക്കപ്പെടും. രാധയ്ക്ക് സ്വത്തിൽ ഒരവകാശം മാത്രമേ ഉള്ളൂ. സ്വത്തിന്റെ പാതി അവളുമാർക്കാ കിട്ടുക. ദർശനയ്ക്കും സൗഭാഗ്യയ്ക്കും. അവർ രണ്ടുപേരും ഒരിക്കലും വിവാഹം കഴിച്ചുകൂടാ. മറ്റാരെങ്കിലും സ്വന്തമാക്കുന്നതിന് മുമ്പ് രാധയെ എനിക്ക് സ്വന്തമാക്കണം. മണിച്ച, വക്കീല് പോയി. അവരെ രണ്ടുപേരെയും കല്യാണം കഴിക്കാൻ സമ്മതിക്കരുത്. ആര്? ആരുടെ കാര്യം പറയുന്നത്? ആ ദർശനയും സൗഭാഗ്യയും. രാധയെ ഞാൻ താലി കെട്ടിയാൽ അവൾക്കൊപ്പം എന്റെ മകനെ എനിക്ക് കിട്ടും. പക്ഷെ ദർശനയും സൗഭാഗ്യയും മറ്റാരെങ്കിലും കല്യാണം കഴിച്ചാൽ തൃപ്പങ്ങോട്ട് സ്വത്തിന് കടിപിടി കൂടാൻ ആ നായ്ക്കളും വരും എന്റെ നേരേക്ക്. ഓ, പിന്നെ ഞാൻ തന്നെ വീണ്ടും കൊലക്കത്തി എടുക്കേണ്ടി വരും. അതിനേക്കാൾ ഏറ്റവും നല്ലതെന്താ? തൃപ്പങ്ങോടിന് ഒരേ ഒരു മരുമകൻ മതി എന്ന് തീരുമാനിക്കുന്നതല്ലേ ഈ മേഘനാഥൻ മാത്രം. എന്ന് പറഞ്ഞാ മനസ്സിലായില്ല. മനസ്സിലാക്കാനൊന്നും പ്രത്യേകിച്ചില്ല. തൃപ്പങ്ങോട്ടെ 3 പെൺമക്കൾ, മരുമകൻ 1 മതിയെന്ന്. അത് ശരി. പക്ഷേ നമ്മൾ എങ്ങനെ കുട്ടികളെ കണ്ടുപിടിക്കും? അതല്ലേ ഇപ്പൊ ആദ്യം വേണ്ടത്. സുഭദ്രാമ്മയുടെ തന്നിപ്പകർപ്പായോണ്ട് രാധയെ ഓൾറെഡി തിരിച്ചറിയാൻ കഴിഞ്ഞു. ദർശനയോ സൗഭാഗ്യമോ ഏത് രൂപത്തിലാണ് വളർന്നു കഴിഞ്ഞപ്പോഴെന്ന് ആർക്കറിയാൻ പറ്റും? നമുക്കല്ലേ അറിയാതുള്ളൂ. എല്ലാം അറിയുന്ന മറ്റൊരാളുണ്ടെങ്കിലോ? അതാരാ? ബ്രഹ്മവാണോ? അയാളൊരു ബ്രഹ്മാവ് തന്നെയാണ്. പടം വരയ്ക്കുന്ന ബ്രഹ്മാവ്. വിലാസം ഞാൻ തരാം. താൻ വേണം കൂട്ടിക്കൊണ്ടുവരാൻ. അതാരാണപ്പനെ ഈ പടം വരയ്ക്കണ ബ്രഹ്മാവ്? കാണാൻ പോകുന്ന പൂരം പറയണോ? വേണ്ട. രാധ ഇനി സ്റ്റാൻഡ് ബൈ. ദർശനയും സൗഭാഗ്യയും ഇനി അതാണ് മേഘന്റെ ടാർഗറ്റ്. 1 പകരം 3 വീട്ടില്ല ഞാൻ 3. നോക്കിക്കോ നീ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.